അയ്യോ ദേവേട്ടൻ എന്നെ ബാക്കി പറയാൻ അനുവദിക്കാതെ തൊട്ടടുത്ത നിമിഷത്തിൽ അവൻ അവളുടെ ചുണ്ടുകൾ കവർന്നിരുന്നു. ദീർഘമായ ചുംബനത്തിന് ശേഷം ദേവൻ അവളുടെ ചുണ്ടുകൾ മോചിപ്പിച്ചു. അവളെ ചുമ്മാ പേടിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആദ്യം ഓരോന്നും ചെയ്തത്. പിന്നെ അവൾ അലറി വിളിച്ചതും വായടപ്പിക്കാൻ വേറെ വഴിയില്ലാതായപ്പോൾ ഒന്നും ആലോചിക്കാതെ ചെയ്തു പോയതായിരുന്നു. പിന്നീട് ഒന്നും ഓർമ്മയില്ലായിരുന്നു. അവളുടെ ചുണ്ടിൻ്റെ മാധുര്യത്തിൽ അങ്ങ് ലയിച്ചു പോയി എന്ന് വേണം പറയാൻ. ആദ്യമായിട്ടായിരുന്നു ഒരു പെണ്ണിൻ്റെ ചുണ്ടിൻ്റെ രുചി അറിയുന്നത്. അവളിൽ നിന്ന് അകന്നു മാറാൻ നേരം അവളുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പെണ്ണിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിട്ടുണ്ട്. അന്നേരം ദേവൻ മനസ്സിൽ നിറയെ കുറ്റബോധവുമായി അവൾക്ക് മുഖം കൊടുക്കാതെ മുറിവിട്ടിറങ്ങി. അന്ന് മുഴുവൻ ദേവൻ അവളുടെ മുന്നിൽ വരാതെയായി. ഇനി ഇത് കാരണം മുത്തശ്ശിക്ക് കൂടുതൽ സംശയത്തിന് ഇടം കൊടുക്കണ്ടല്ലോ എന്ന് കരുതി ആൻ പിറ്റേന്ന് രാവിലെ ദേവന് മുന്നിൽ വന്നു നിന്നു. അവളുടെ മുഖത്തേക്ക് നോക്കാതെ അവൻ കാര്യം തിരക്കി. ഇന്നലത്തെ കാര്യം ഓർത്ത് ദേവേട്ടൻ മുങ്ങി നടക്കുകയൊന്നും വേണ്ട. അന്നേരം എനിക്ക് ദേഷ്യം വന്നു എന്നത് സത്യമാണ്. പക്ഷേ ഇത് ദേവേട്ടൻ പറഞ്ഞതുപോലെ നിങ്ങൾ എന്നെന്നും ഓർത്തിരിക്കാനുള്ള സമ്മാനമായി ഞാൻ കരുതിക്കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ദേവൻ അവളെ ഇമചിമ്മാതെ നോക്കി നിന്നു. മറ്റന്നാൾ മുത്തശ്ശിയുടെ പിറന്നാളാണെന്ന് ദീപ് പറഞ്ഞു. മുത്തശ്ശി ഇവിടെ തിരിച്ചു പോവുകയാണെന്ന് അവനോട് പറഞ്ഞത്രേ. നമുക്ക് മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷിക്കണ്ടേ? അത് കണ്ട് മുത്തശ്ശിയുടെ മനസ്സ് നിറയണം. കൂടാതെ പോകുന്നതിന് മുൻപ് എല്ലാവരും മൊത്തം സന്തോഷത്തോടെ കുറച്ച് നല്ല നിമിഷങ്ങൾ. അതിനുശേഷം എനിക്കും ഇവിടെ നിന്ന് യാത്രയാവണം എന്നും പറഞ്ഞ് അവൾ നടക്കാനൊരുങ്ങി. ആൻ സോറി, ദേവൻ പിറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഒന്ന് തിരിഞ്ഞു നോക്കിയവൾ അവന് മങ്ങിയ ചിരി സമ്മാനിച്ചു അവിടെ നിന്ന് പോയി. മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി ദേവൻ മാൻഷന് ഒരുങ്ങിക്കഴിഞ്ഞു. വലിയ രീതിയിലുള്ള ഒരു പാർട്ടി തന്നെ ദേവൻ അറേഞ്ച് ചെയ്തിരുന്നു. ഡെക്കറേഷൻസും ഫുഡും അടക്കം എല്ലാം നല്ലൊരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഏൽപ്പിച്ചത്. ഓഫ് വൈറ്റ് നിറത്തിലുള്ള നല്ലൊരു പാർട്ടി വെയർ സാരിയാണ് ആൺ ഉടുത്തിരുന്നത്. മുത്തശ്ശിക്ക് ഡ്രസ്സ് വാങ്ങിക്കുന്ന നേരം ദേവൻ അവൾക്ക് വേണ്ടി വാങ്ങിയ സാരി ആയിരുന്നു അത്. സാരി കൊടുത്ത് മുറിയിൽ നിന്നിറങ്ങി വരുന്ന ആനിനെ ദേവ് കണ്ണെടുക്കാതെ നോക്കി നിന്നു. അവൾക്ക് ആ സാരി നല്ല പോലെ ചേരുന്നു എന്നവന് തോന്നി. എല്ലായിടത്തും ഓടിച്ചാടി നടന്നു എല്ലാം ശ്രദ്ധിക്കുന്ന ആനിനെ കണ്ടതും ദേവന് തന്നെ അത്ഭുതം തോന്നി. തന്നെ ശ്രദ്ധിക്കുന്ന ദീപുവിനെയും ശിവനെയും കണ്ടതും ദേവൻ അവളിൽ നിന്ന് നോട്ടം മാറ്റി. ദേവ് ആരുടെയോ വിളി കേട്ടാണ് ദേവൻ തിരിഞ്ഞു നോക്കിയത്. മുന്നിൽ നിറചിരിയുമായി നിൽക്കുന്ന ശിവനെയെ കണ്ടതും ദേവിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. നീ എന്താ ഇവിടെ? ഈ കോമ്പൗണ്ടിനകത്ത് കയറാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇത് ദേവ് മാൻഷനാണ്. ഇവിടെ കണ്ണിൽ കണ്ടവർക്ക് കയറി ഇറങ്ങാൻ പറ്റില്ല. ഇപ്പം ഇറങ്ങണം ഇവിടെ നിന്ന്. ഡാ ശിവ, ഇവളെ പിടിച്ച് പുറത്താക്ക്. ദേവിന് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. ദേവ്, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നിനക്കെന്നെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. ഇവന്റ് മാനേജ്മെന്റ് ഏറ്റെടുത്തിരിക്കുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. ഇതിൻ്റെ മേൽനോട്ടം എനിക്കാണ്. സോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഞാൻ ചെയ്യുന്നു. കൂടെ നിന്നെ കണ്ടുകൊണ്ടിരിക്കാലോ അല്ലേ? നീ ദേഷ്യപ്പെടുമ്പോൾ എന്തൊരു ഭംഗിയാ. അവളുടെ ആ വാക്കുകൾ ദേവിനെ കൂടുതൽ അസ്വസ്ഥനാക്കി. മിണ്ടരുത് നീ. അവൾ പറഞ്ഞത് ശരിയാണോ എന്ന് ഉറപ്പിക്കാൻ ദേവ് ബാക്കിയുള്ള വർക്കേഴ്സിനോട് ചോദിച്ചു. അപ്പോഴാണ് അവർ പറയുന്നത് ശിവന്യ അവരുടെ മാഡം ആണെന്ന്. ഇത് കേട്ടതും ദേവൻ അവിടെ അലങ്കരിച്ച സ്റ്റേജും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ചു. ഇത് കണ്ടിട്ടാണ് ശിവനും ദീപവും ആനും ഒക്കെ വരുന്നത്. എല്ലാവരും കൂടി ദേവിനെ സമാധാനിപ്പിക്കുന്നുണ്ട്. ദേവേട്ട പ്ലീസ്, ഈ നിമിഷം നമുക്ക് ഇവരുമായുള്ള ഡീലിങ്സ് വേണ്ടെന്ന് വെച്ചേ ഇവരെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ പരിപാടി തുടങ്ങാൻ ഈ വെറും മണിക്കൂറുകൾ കൂടിയേ ഉള്ളൂ. ഈ കുറഞ്ഞ സമയത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുമല്ല, മുത്തശ്ശി ഇതറിഞ്ഞാലേ മുത്തശ്ശിക്ക് വിഷമാവും. ഒരുപാട് സന്തോഷത്തിലാണ് മുത്തശ്ശി. അതുകൊണ്ട് ദേവേട്ടൻ ഇതൊന്ന് കണ്ണടച്ചേക്ക്. എടാ, ഇവൾ ഇതിനകത്ത് കയറിയത് എന്തെങ്കിലും ഉദ്ദേശത്തോടെ ആയിരിക്കും. നിനക്കറിഞ്ഞൂടെ ഇവളെ? വിഷാണിവൾ, കൊടും വിഷം. ടീ, നിന്റെ ഓരോ ഉദ്ദേശവും ഇവിടെ നടക്കില്ല എന്നും പറഞ്ഞ് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. ദേവേട്ട വിട് വിട് എന്നും പറഞ്ഞ് ആൻ ശിവന്യയുടെ മുഖത്ത് മുറുകിയ ദേവന്റെ കൈ വെടിവെച്ചു. അവളെ ഒന്ന് കടുപ്പിച്ചു നോക്കി ദേവൻ അവിടുന്ന് പോയി. പിന്നാലെ ദീപവും ശിവനും. ആൻ അവളൊന്ന് പുച്ഛിച്ചു നോക്കി. ആൻ നടക്കാൻ ഒരുങ്ങവേ ശിവന്യ പറഞ്ഞു. മുൻപ് അവൻ ഈ കവളത്ത് ഒരുപാട് ചുംബനങ്ങൾ തന്നിട്ടുണ്ട്. അവൻ്റെ ചുണ്ടുകളുടെ ഈ ചൂട് ഇപ്പോഴും ഇവിടെയുണ്ട്. അവൻ്റെ കൈ എൻ്റെ മുഖത്ത് പതിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ ആ പഴയ ശിവയായിപ്പോയി. അവനും ഞാനും തമ്മിൽ എല്ലാ അർത്ഥത്തിലും ഒന്നിച്ചവരാണ്. എൻ്റെ വേസ്റ്റാണ് നീ ഇപ്പോൾ ഭക്ഷിക്കുന്നത്. ഞാൻ വീണ്ടും വന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ ദേവിനെ സ്വന്തമാക്കാൻ. അവൻ അന്നും ഇന്നും എന്നും എൻ്റേതാ. എന്തോ തെറ്റിദ്ധാരണ മൂലമാണ് അവൻ എന്നെ വേണ്ടെന്ന് വെച്ചത്. അതൊക്കെ തീർത്തി അധികം വൈകാതെ അവൻ നിന്നെ ചവിട്ടി പുറത്താക്കി എന്നെ സ്വീകരിക്കും. നോക്കിക്കോ. അതും പറഞ്ഞ് ശിവന്യ നിഗൂഢമായ ചിരിയോടെ അവിടെ നിന്ന് പോയി. ആനിൻ്റെ മുഖം വാടുന്നത് ശിവന്യ ശ്രദ്ധിച്ചിരുന്നു. അതുതന്നെയായിരുന്നു അവളുടെ ലക്ഷ്യവും. ഇരുവരെയും തമ്മിൽ തെറ്റിച്ച് ദേവുമായി വീണ്ടും അടുക്കുക. ക്രിസ്റ്റിക്ക് നൽകാൻ പറ്റാത്ത എന്തൊക്കെയോ അവനിൽ നിന്ന് തനിക്ക് കിട്ടും എന്നൊരു തോന്നൽ അവളിൽ ഉടലെടുത്തിരുന്നു. ഒരേ സമയം രണ്ടുപേരെയും പ്രണയം അനുഭവിക്കുക, അതായത് ശിവന്യയുടെ ഉദ്ദേശം. അവൾ പറഞ്ഞ ഓരോ വാക്കുകളും ആനിൻ്റെ ഹൃദയം കീറി മുറിച്ചു. എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടവളാണ് താൻ. പക്ഷെ അപ്പോഴും ദേവേട്ടൻ തൻ്റേത് മാത്രമാണെന്ന് വിശ്വസിക്കാനായിരുന്നു ഇഷ്ടം.
പക്ഷെ ഇപ്പോൾ തൻ്റെ ദേവേട്ടൻ എല്ലാ അർത്ഥത്തിലും മറ്റൊരു പെണ്ണിന് സ്വന്തമായതാണെന്ന് കേട്ടപ്പോൾ നെഞ്ചിനകത്തൊരു വിങ്ങൽ. കണ്ണ് നിറഞ്ഞു വന്നതും എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ എന്ന് കരുതി അവൾ മുഖത്തെ കൃത്രിമ പുഞ്ചിരി വരുത്തി അവിടെ നിന്ന് നടന്നു നീങ്ങി. വീടിൻ്റെ മുകളിലത്തെ നിലയിലെ ഒരു ഭാഗത്ത് ഡെക്കറേറ്റ് ചെയ്ത ഫ്ലവേഴ്സ് ഇളകി വീണതിനെ വളരെ കഷ്ടപ്പെട്ട് ഏന്തി വലിഞ്ഞ് ശരിയാക്കാൻ ഒരുങ്ങുവാണ് ആൻ. അത് ദൂരെ നിന്ന് കാണുമായിരുന്നു ദേവൻ. ആരുടെയോ കരങ്ങൾ തന്നെ എടുത്തുയർത്തുന്നത് പോലെ തോന്നിയ ആൻ ആരാണെന്നറിയാൻ തല ചെരിച്ച് നോക്കിയതും തന്നെ എടുത്തുയർത്തിയ ദേവിനെയാണ് കാണുന്നത്. എന്താ ഇത്? താഴെ ഇറക്ക് ദേവട്ടാ. പെട്ടെന്നത് ശരിയാക്കി, എന്നിട്ട് ഇറക്കാം. അയ്യോ, ആരെങ്കിലും കാണും. കാണട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. ദേവ് പറഞ്ഞത് കേട്ടതും ആൻ ഇളകിയ ഫ്ലവേഴ്സ് നേരെയാക്കാൻ തുടങ്ങി. അന്നേരമാണ് ദേവിൻ്റെ കണ്ണുകൾ സാരിക്കിടയിലെ വിടവിലൂടെയുള്ള അവളുടെ അണിവയറിൽ ചെന്നെത്തുന്നത്. അവൾ കൈ പൊക്കി വെച്ചതിനാൽ വയറ് മുഴുവൻ നല്ല പോലെ കാണാം. ഓ, എനിക്ക് വയ്യ. ഈ പെണ്ണ് പലതും കാണിച്ച് എൻ്റെ മനസ്സിലാക്കും എന്നാണ് തോന്നുന്നത്. ദേവ് തല കുടഞ്ഞു നോട്ടം മാറ്റി. പക്ഷെ അനുസരണയില്ലാതെ കണ്ണുകൾ അങ്ങോട്ട് തന്നെ നീളുന്നുണ്ടായിരുന്നു. അതെ, ആരെ കാണിക്കാനാണിത്? മുത്തശ്ശിയാണോ അതോ എക്സ് ഗേൾഫ്രണ്ടിനെയാണോ? ഞാൻ അന്നേരം ചോദിച്ചു. നിന്റെ മറ്റവനെ. അവളുടെ ചോദ്യം ഇഷ്ടപ്പെടാതെ ദേവൻ പറഞ്ഞു. എനിക്ക് മറ്റവനില്ലല്ലോ. ഡി, ഇപ്പം ഇവിടെ ആരുമില്ലെന്ന് നിനക്കറിയാലോ. ഇത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതൊന്നുമല്ല. നീ നിന്ന് കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ ഒന്ന് സഹായിച്ചതാ. നിന്നെ സഹായിക്കാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. മുത്തശ്ശിയുടെ കാര്യം ഓക്കെ. അതല്ലാതെ ഇനി ഇതുപോലെ എൻ്റെ മുന്നിൽ അവളുടെ പേര് നിന്റെ വായിൽ നിന്ന് വീണ ശിക്ഷ ഇതിലും വലുതായിരിക്കും എന്നും പറഞ്ഞു അവളുടെ ഇടുപ്പിൽ നല്ലൊരു കടി വെച്ചു കൊടുത്തു. ആ, എന്താ ഇത്? എനിക്ക് നല്ലപോലെ വേദനിച്ചു. അത് കേട്ടതും ദേവ് അവളെ താഴെ ഇറക്കി. ആൻ അവനെ ചുണ്ടു കൂർപ്പിച്ച് നോക്കി. തിരിഞ്ഞു നിന്ന് ഇടുപ്പിൽ നിന്നും സാരി മാറ്റി നോക്കിയതും നല്ല വട്ടത്തിൽ അത്രയും ഭാഗം ചുവന്ന് കിടപ്പുണ്ട്. അന്നേരമാണ് ശിവന്യ അവിടെ മറഞ്ഞു നിൽക്കുന്നത് ദേവൻ കാണുന്നത്. അവളുടെ മുന്നിൽ തനിക്ക് ജയിച്ചേ പറ്റൂ എന്നൊരു ചിന്ത മാത്രമേ അവനിൽ അന്നേരം ഉണ്ടായിരുന്നുള്ളൂ. അവളെ കാണാത്ത പോലെ നടിച്ചു അവനെ വലിച്ചു നെഞ്ചിലേക്കിട്ടു. നല്ലോണം നൊന്തു. അവളുടെ കാതോരം പ്രണയത്തോടെ ചോദിച്ചു. എന്നാൽ ദേവേട്ടൻ മോൾക്ക് മരുന്ന് വെച്ച് തരട്ടെ എന്നും പറഞ്ഞു അവളെയും കൈകളിൽ കോരിയെടുത്ത് ബെഡ്റൂമിലേക്ക് നടന്നു. ഡോറവൻ മനഃപൂർവ്വം അടച്ചില്ല. ശിവന്യ അവൾ എന്തായാലും പിറകെ വരും എന്നവന് ഉറപ്പുണ്ടായിരുന്നു. ആനാണെങ്കിൽ ദേവിൻ്റെ പ്രവൃത്തിയിലാകെ വണ്ടലടിച്ച് നിൽപ്പാണ്. അവളെ ബെഡിൽ കിടത്തി വയറിൻ്റെ ഭാഗത്ത് നിന്ന് സാരി മാറ്റി അവൻ കടിച്ച ഭാഗത്ത് ചുണ്ടമരുന്നതും മരുന്ന് വെക്കുന്നതും അവൾ സ്വപ്ന ലോകത്തെന്ന പോലെ അറിയുന്നുണ്ടായിരുന്നു. ആ നിമിഷം അവളുടെ കണ്ണുകൾ കോമ്പി അടഞ്ഞു പോയി. അവനെ എതിർക്കാൻ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സ് അവൻ്റെ സാമീപ്യം ഏറെ കൊതിക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ഒളിഞ്ഞു നിന്ന് നോക്കിയ ശിവനിയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. ഈ സ്നേഹമൊക്കെയും താൻ അനുഭവിക്കേണ്ടതായിരുന്നതാണല്ലോ എന്നോർത്ത് അവൾക്ക് ആനിനോട് ദേഷ്യം കൂടിക്കൂടി വന്നു. ഇനിയും ഒളിഞ്ഞു നോക്കിയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി അവൾ അവിടെ നിന്ന് പോയി. തന്നിൽ നിന്നും അടർന്നു മാറിയ ദേവൻ നടക്കാനൊരുങ്ങവേ അവൻ്റെ കയ്യിൽ ആനിൻ്റെ പിടി വീണു. ദേവേട്ടാ, ഇവിടെ ഇപ്പം ഇതൊന്നും കാണാൻ ആരുമില്ലല്ലോ. അപ്പം ഇതൊക്കെ എന്താ? എന്നോട് ശരിക്കും ഇഷ്ടം തോന്നുന്നുണ്ടോ? അവളുടെ ചോദ്യം ഹൃദയത്തെ കീറി മുറിക്കുന്നത് പോലെ തോന്നി. അവളുടെ ചോദ്യം ന്യായമായിരുന്നില്ലേ? അവളുടെ അനുവാദം കൂടാതെയാ താൻ അവളുടെ ശരീരത്തിൽ സ്പർശിക്കുന്നത്. എന്നോടുള്ള ഇഷ്ടം കൊണ്ടാവാം പാവം എല്ലാം അനുവദിച്ചു തരുന്നത്. പക്ഷെ എൻ്റെ ഉദ്ദേശം മറ്റു പലതും ആയിരുന്നില്ലേ? അതിനിടയിൽ അവളുടെ മനസ്സ് താൻ കാണാതെ പോവുകയാണോ? അവൻ ചിന്തിക്കുകയായിരുന്നു. അല്ലേ, എന്നെ വേദനിപ്പിച്ചല്ലോ എന്നോർത്തുള്ള സഹതാപം കൊണ്ടാണല്ലേ ഇതൊക്കെ? എന്തായാലും നിങ്ങളുടെ സാമീപ്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് തരുന്നത് എന്നും പറഞ്ഞ് അവൾ എഴുന്നേറ്റ് മുറി വിട്ടിറങ്ങി. കുറച്ച് കഴിഞ്ഞതും ഗസ്റ്റൊക്കെ വന്നു തുടങ്ങി. ദേവൻ്റെ 2 അമ്മാവന്മാരും അമ്മായിമാരും പിന്നെ അവൻ്റെ അമ്മയുടെ അനിയത്തിയായ സീതാമ്മയ്ക്കും അവരുടെ മകൾ ദേവിക എന്ന ദേവും അങ്ങനെ എല്ലാവർക്കും അന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. വല്യമ്മാവൻ ഗോവിന്ദന് ശിവനെ കൂടാതെ ശ്യാം എന്നൊരു മകൻ കൂടിയുണ്ട്. ആളിപ്പോൾ ഡിഗ്രി 2nd ഇയർ ആണ്. ചെറിയമ്മാവൻ്റെ മക്കളാണ് ദീപക് എന്ന ദീപവും അനിയത്തി ദീപ്തിയും ദേവും ഡിഗ്രി 1st ഇയർ ആണ്. അവരോടൊക്കെയും ദേവൻ ചിരിച്ച് സംസാരിക്കുന്നത് കണ്ടപ്പോൾ ആ കണ്ണുമ്മ ചിമ്മാതെ നോക്കിപ്പോയി. കർത്താവേ, ഇത്രയൊക്കെ മനോഹരമായി ഇങ്ങനെ ചിരിക്കാനറിയോ? എന്ത് ഭംഗിയാ ചിരി കാണാൻ. എന്നോട് മാത്രം എപ്പോഴും മുഖം വെറുപ്പിച്ച് നടക്കും. അല്ലേലും വല്ലവരും തേച്ചെന്ന് കരുതി എന്നെ എന്തിനാ ശിക്ഷിക്കണത്? എന്നെ ശരിക്കും സ്നേഹിച്ചാലെന്താ? ഒന്നുമില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള കുട്ടിയല്ലേ ഞാൻ. അതും പോരാനും ഞാൻ ഫ്രഷ് അല്ലേ, അങ്ങേരോ 2nd ഹാൻഡും. എന്നിട്ട് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടി എന്നോട് സ്നേഹം അഭിനയിക്കുന്നു. എനിക്കുള്ളതും വേദനിക്കുന്ന ഹൃദയം തന്നെയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സങ്കടം വരുക. ഞാൻ ഓരോന്ന് പറഞ്ഞ് സ്വയം പെരുപെരുക്കുവാണ്. അന്നമ്മോ, എന്താണ് ഒറ്റക്കൊരു സംസാരം? എന്നോടുള്ള പ്രേമം മൂത്ത് നിനക്ക് വട്ടായോ? അവളുടെ കാതോരം അവൻ്റെ ചുരുങ്ങിച്ച നിശ്വാസം പതിഞ്ഞതും ആൻ പിടച്ചിലൂടെ തിരിഞ്ഞു നോക്കി. നീ പറഞ്ഞത് മുഴുവനും ഞാൻ കേട്ടു.
ഇതിനുള്ള മറുപടി ഫംഗ്ഷൻ കഴിഞ്ഞ് ബെഡ്റൂമിലെത്തിയിട്ട് ഞാൻ തരുന്നുണ്ട്. അതെന്തിനാ ബെഡ്റൂമിലെത്തിയിട്ട് ഇപ്പോൾ പറഞ്ഞാൽ മതി. അത് ശരിയാവില്ല. നീ ഫ്രഷും ഞാൻ സെക്കൻഡ് ഹാൻഡും ആണല്ലേ. സെക്കൻഡ് ഹാൻഡ് കൊണ്ട് നീ എന്താ ഉദ്ദേശിച്ചത്? ശരിയാക്കി തരാം എന്നും പറഞ്ഞ് അവളെ തുറച്ചു നോക്കി അവിടെ നിന്ന് പോയി. ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാവരും കൂടി കളർഫുള്ളാക്കി. ശിവന്യയുടെ മുന്നിൽ ആനിൻ്റെ ദേവി സ്നേഹിച്ചു കൊല്ലുവാണ്. കൂടാതെ മുത്തശ്ശി സന്തോഷിപ്പിക്കുകയും വേണമല്ലോ. ആടിയും പാടിയും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ആനും ദേവും പരസ്പരം എല്ലാവരുടെയും മുന്നിൽ നല്ല പോലെ അഭിനയിച്ചു. ദേവിന് ആനിനോടുള്ള സ്നേഹവും കരുതലും കണ്ട് മുത്തശ്ശിയെ പോലെ ബാക്കി എല്ലാവരും സന്തോഷിച്ചു. പരിപാടി കഴിഞ്ഞ് എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ദേവ് മുറ്റത്തിരുന്ന് എല്ലാവരോടും സംസാരിക്കുകയായിരുന്നു. അമ്മാവനും അമ്മായും സീതാമ്മയും അവരൊന്നും ഇന്നും പോണില്ല എന്ന് തീരുമാനിച്ചു. എല്ലാവരും കുറേ നാളുകൾക്ക് ശേഷം കണ്ടതിനാൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഗാർഡനിലിരുന്ന് സംസാരിക്കുകയാണ്. അന്നേരമാണ് ആൻ സാരി മാറാനെന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോകുന്നത്. മുറ്റത്തെ ഗാർഡനിലൂടെ നടക്കാൻ നേരാണ് ആരോ അവളുടെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് 2 കൈയും പിന്നിലൂടെ ഇട്ട് കൂട്ടിക്കെട്ടുന്നത്. കൈ കെട്ടിയ ശേഷം വായിൽ തുണി കുത്തിത്തിരുകി അവളുടെ ഹൈറ്റിനേക്കാൾ എത്രയോ കൂടുതൽ ആഴമുള്ള സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളി. എന്താണ് സംഭവിച്ചതെന്ന് ആനിന് അറിഞ്ഞിരുന്നില്ല. എന്നാലും ശിവന്യയുടെ മുഖം അവൾ ശരിക്കും കണ്ടിരുന്നു. കൈ കെട്ടിയത് മറ്റാരോ ആണ്. വെള്ളത്തിലേക്ക് വീണ ആൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. കൈ കെട്ടിയതിനാൽ അവൾക്ക് ഒന്നിനും പറ്റിയിരുന്നില്ല. ഒച്ച വെക്കാൻ പോലും ആവാതെ അവൾ മരണത്തെ മുഖാമുഖം കണ്ടു. അന്നേരമാണ് ദേവു അതുവഴി വരുന്നത്. ആരെയോ സ്വിമ്മിംഗ് പൂളിൽ മുങ്ങി താഴ്ന്നത് കണ്ടും ദേവു വിളിച്ചു പോവാൻ തുടങ്ങി. ദേവേട്ടാ, ശിവേട്ടാ, ഓടിവായോ, ദേ ഇവിടെ ആരോ വെള്ളത്തിൽ. അപ്പോഴേക്കും ദീപ്തി എത്തി. അവിടെ കിടക്കുന്ന ആനിൻ്റെ ചെരുപ്പ് കണ്ടതും ഇരുവർക്കത് ആനാണെന്ന് മനസ്സിലായി. ശബ്ദം കേട്ട് എല്ലാവരും ഓടിയെത്തി. വെള്ളത്തിൽ മുങ്ങി താഴ്ന്ന ആളെ കണ്ടതും എല്ലാവരും ഒന്ന് ഞെട്ടി. ദേവേട്ടാ, അത് ഏട്ടത്തിയാണെന്ന് തോന്നുന്നു, ദേ ചെരുപ്പ്. ദീപ്തി അത് പറഞ്ഞു തീരും മുൻപേ ദേവ് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടിയിരുന്നു. ശ്വാസം കിട്ടാതെ പിടയുന്ന ആനിനെ ദേവ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു പൂളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവളുടെ വായിലെ തുണി എടുത്ത് മാറ്റി കയ്യിലെ കെട്ടഴിച്ച് അവളെ ഗാർഡനിലെ പുൽത്തകടിന് മുകളിൽ കിടത്തി. എല്ലാവരും ചുറ്റും കൂടി നിൽപ്പുണ്ട്. അവളുടെ സാരി നനഞ്ഞ ദേഹത്തൊട്ട് കിടപ്പാണ്. അത് മനസ്സിലാക്കിയ ദേവ് അവളുടെ ഷർട്ട് ഊരി അവളുടെ ദേഹത്തേക്കിട്ട ശേഷം അവളെ തട്ടി വിളിച്ചു. എത്ര വിളിച്ചിട്ടും അവൾക്ക് ഒരനക്കവുമില്ലായിരുന്നു. അമ്മായിമാരൊക്കെ അവളുടെ കൈയും കാലൊക്കെ തടവി കൊടുക്കുന്നുണ്ട്. എന്നിട്ടും ഒരനക്കവുമില്ല. എല്ലാവരും ശരിക്കും പേടിച്ചു. പൾസ് നോക്കിയ ദേവിന് ചെറിയൊരു ആശ്വാസം തോന്നി. അവളുടെ വയറിൽ അമർത്തി ഞെക്കി. വായിൽ തുണി തിരികിയതിനാൽ വെള്ളം അധികമൊന്നും വായിലൂടെ അകത്തെത്തിയിട്ടില്ല. മൂക്കിലൂടെ വെള്ളം കയറിയിട്ടുണ്ടാവാം. എന്നിട്ടും ആൻ ഉണരാത്തത് കണ്ടതും രണ്ടും കൽപ്പിച്ച് ദേവൻ അവളുടെ വായിലൂടെ കൃത്രിമ ശ്വാസം നൽകി. കുറച്ചു നേരത്തിന് ശേഷം ആൻ ചെറുതായി ചുമച്ചു ശ്വാസം എടുക്കാൻ തുടങ്ങി. അപ്പോഴും അവൾ അർത്ഥബോധാവസ്ഥയിലായിരുന്നു. അവൾക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നിയതും എല്ലാവരും അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിച്ചു. ഇതാരും മനഃപൂർവ്വം ചെയ്തതാണെന്നും അവർക്കൊക്കെ മനസ്സിലായി. ആനിനോട് ഒന്നും ചോദിക്കാൻ പറ്റിയ സിറ്റുവേഷൻ അല്ലല്ലോ എന്ന് കരുതി അന്നേരം ആരും ഒന്നും ചോദിച്ചില്ല. മോനെ ദേവ, ആ കുട്ടിയുടെ സാരി മാറിയിട്ട് വേണം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. മുത്തശ്ശി പറഞ്ഞതും ദേവനൊന്ന് മൂളി. അവളുമായി മുറിയിൽ ചെന്നു അവളെ ബെഡിൽ കിടത്തി. അവൾ ഇപ്പോഴും പാതി ബോധത്തിലാണുള്ളത്. എന്ത് ചോദിച്ചാലും മൂളുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? താനിങ്ങനെ ഡ്രസ് ചേഞ്ച് ചെയ്ത് കൊടുക്കും? അത് ശരിയാവില്ല. അത് മനസ്സിൽ കരുതി ദേവൻ ആനിനരികിലെത്തി പതിയെ ചോദിച്ചു, ആൻ, ഈ ഡ്രസ്സ് മാറണ്ടേ? അവൾ വേണ്ട എന്ന പോലെ തലയനക്കി. പ്ലീസ് ആൻ, ഇതിട്ടോണ്ട് പോകാൻ പറ്റില്ല. ഇത് മുഴുവനും നനഞ്ഞിരിക്കുക. വാ, ഞാൻ ഡ്രസ്സ് എടുത്ത് തരാം. നീ എങ്ങനെയും ഈ ഡ്രസ്സ് ചേഞ്ച് ചെയ്തേ പറ്റൂ എന്നും പറഞ്ഞവൻ അവൾക്ക് പെട്ടെന്ന് ഇടാൻ പറ്റിയ ഡ്രസ്സ് എടുത്ത് വാഷ്റൂമിൽ കൊണ്ടുവച്ചു. ശേഷം അവളെയും താങ്ങി പിടിച്ച് വാഷ്റൂമിലാക്കി. അവൾക്ക് നേരെ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് തോന്നി ദേവ് സാരി അവളുടെ ദേഹത്ത് നിന്ന് മാറ്റിക്കൊടുത്തു. വാഷ്റൂമിൻ്റെ ഡോർ ചാരി വെളിയിൽ നിന്നു. സ്വന്തം ഭാര്യയാണ്, പക്ഷെ ഞാനും അവൾ ഒരുമിച്ച് ഒരു ജീവിതം, അത് ശരിയാവില്ല. ആദ്യം തോന്നിയിരുന്ന ദേഷ്യമൊന്നും അവളോട് ഇപ്പോഴില്ല. അവൾക്ക് നല്ലൊരു ലൈഫ് കിട്ടും. എൻ്റെ കൂടെ ജീവിച്ച് അവളെന്തിനാ വെറുതെ? വേണ്ട, ഇപ്പോൾ കാണുന്ന ഈ ദേവ് ആയിരിക്കില്ല ചില സമയത്ത് എനിക്ക് തന്നെ എന്നെ നിയന്ത്രിക്കാൻ പറ്റാറില്ല. അന്നേരം ചിലപ്പോൾ അവളോട് ദേഷ്യം തീർത്തുന്നു വരാം. ഇപ്പം എൻ്റെ മനസ്സും പലതും ആഗ്രഹിച്ചു തുടങ്ങുന്നുണ്ട്. പാടില്ല. എത്രയും പെട്ടെന്ന് ഇവളെ സുരക്ഷിതമായ ഒരു സ്ഥലത്തെത്തിക്കണം. കുറച്ചു നേരം കഴിഞ്ഞിട്ടും അവളുടെ അനക്കമൊന്നും കേൾക്കാനിട്ട് ദേവ് വാഷ്റൂമിൻ്റെ ഡോർ തുറന്ന് അകത്ത് കയറി. സാരി മാറി അവൻ കൊടുത്ത സ്കേർട്ടും ഷർട്ടും ഇട്ടും അവിടെ ചുവരിൽ താങ്ങി പിടിച്ച് നിൽപ്പുണ്ട്. ഷർട്ടിൻ്റെ ബട്ടൺ പകുതിയിലേറെ അഴിഞ്ഞു കിടപ്പുണ്ട്. അതിട്ട് കൊടുക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് മനസ്സിലാക്കിയ ദേവൻ ബട്ടൺ ഇട്ട് കൊടുക്കാൻ നേരാണ് അവളുടെ നെഞ്ചിന് കുറുകെയുള്ള വലിയ മുറിവ് കാണുന്നത്. അത് കണ്ടതും ദേവ് ശരിക്കും ഞെട്ടി. ആ മുറിവ് കണ്ടാൽ ഒരു മേജർ ഹാർട്ട് സർജറി കഴിഞ്ഞതാണെന്ന് അറിയാം. അത് കണ്ടതും അവനെന്തോ വിഷമം തോന്നി. അവളെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ താൻ അറിയാൻ കിടക്കുന്നുണ്ട്. അവളുടെ ഡ്രസ്സ് നേരെയാക്കിയ ശേഷം ദേവൻ അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. നല്ലോണം ശ്വാസതടസ്സം ഉള്ളതിനാൽ അവൾക്ക് ഓക്സിജൻ മാസ്ക് നൽകി ഡ്രിപ്പ് ഇട്ടു. ഒരു ദിവസം നിൽക്കാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. അതിനാൽ ദേവ് വീട്ടിലെല്ലാവരോടും കാര്യം വിളിച്ചു പറഞ്ഞു. ശ്വാസതടസ്സം മാറിയതും ഓക്സിജൻ മാസ്ക് കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തു മാറ്റി
രാത്രി മുഴുവനും പാതി മയക്കത്തിൽ അവൾ എന്തൊക്കെയോ പുലമ്പുന്നുണ്ടായിരുന്നു. ചേട്ടായി, ചേട്ടായി എന്തിന് എന്നെ കൊല്ലാൻ ആളെ വിട്ടു? പപ്പയും ചേട്ടായും ആയിരുന്നില്ല എൻ്റെ എല്ലാം. എന്നിട്ടും നിങ്ങൾ എന്നെ ഇല്ലാതാക്കാൻ നോക്കി. എന്തിനാണെന്ന് എനിക്ക് അറിയണം. വെടികൊണ്ട് വീണ് പിടയുന്ന നേരത്തെ ഞാൻ കണ്ടതാ. ചേട്ടായി അയച്ച ആ ഗുണ്ടയുടെ ഫോണിൽ തെളിഞ്ഞ ചേട്ടായിയുടെ നമ്പർ. അയാളുടെ ഫോൺ അയാൾ അറിയാതെ അവിടെ വീണിരുന്നു. ചേട്ടായിയുടെ നമ്പർ എനിക്ക് ഏത് മരണക്കിടക്കയിലും തെറ്റില്ലെന്ന് ഞാൻ എന്നും പറയാറില്ലേ, അതുപോലെ ഞാൻ വ്യക്തമായി കണ്ടു ആ നമ്പർ. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. കണ്ണടയും മുമ്പ് ഞാൻ കേട്ടതാ അവൾ തീർന്നു എന്നുള്ള ചേട്ടായിയുടെ ശബ്ദം. ഞാൻ ചേട്ടായിയുടെ വൃന്ദമോളായിരുന്നില്ലേ? വൃന്ദമോളെ ചേട്ടായിക്ക് ഇഷ്ടമായിരുന്നില്ലല്ലേ? അന്നൊക്കെ എന്നെ പറ്റിച്ചതാണല്ലേ? മുറിഞ്ഞു മുറിഞ്ഞു വന്ന വാക്കുകൾ ആണെങ്കിലും ദൈവമെല്ലാം വ്യക്തമായി കേട്ടു. വൃന്ദ, അവളുടെ പേര് അതാണോ? അപ്പം ആൻ മരി ആരാണ്? ദേവിൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. എല്ലാം അറിയണമെങ്കിൽ അവളുടെ പപ്പയെ കണ്ടേ പറ്റൂ. ദേവ് ചിലത് മനസ്സിൽ കണക്ക് കൂട്ടി. പിറ്റേന്ന് ആനിന് ബോധം വന്നതും ആൻ ചുറ്റും നോക്കി. കയ്യിൽ ഡ്രിപ്പിട്ടതിൻ്റെ നീഡിൽ കണ്ടതും ഹോസ്പിറ്റലിലാണ് താനുള്ളത് എന്ന് അവൾക്ക് മനസ്സിലായി. ബൈസ്റ്റാൻഡർക്കുള്ള ബെഡിൽ കിടന്നിറങ്ങുന്ന ദേവിനെ കണ്ടതും ആൻ അവനെ ഒരുപാട് നേരം അങ്ങനെ നോക്കി നിന്നു. തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആനനെ കണ്ടുകൊണ്ടാണ് ദേവ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത്. ദേവ് എഴുന്നേറ്റിട്ടും ആ നോട്ടം പിൻവലിക്കാതെ അങ്ങനെ നോക്കുവാണ്. ഹലോ, രാവിലെ തന്നെ കോഴിക്കുഞ്ഞ് ഡ്യൂട്ടി തുടങ്ങിയോ? അവൻ്റെ ശബ്ദം കാതിലേക്ക് പതിഞ്ഞതും ആൻ സ്വബോധത്തിലേക്ക് വന്നു. ഞാൻ നിങ്ങൾ നോക്കിയെന്ന് ആര് പറഞ്ഞു? ഓ, എൻ്റെ മുഖത്ത് വല്ലവരും വന്നിരിപ്പുണ്ടാവല്ലേ, അവർ നോക്കിയതാവല്ലേ? ആ അതെ. ഇന്നലെ ആത്മഹത്യ ചെയ്യാൻ ചാടിയതാ? ചാവാൻ വേറെ എത്രയോ മാർഗങ്ങളുണ്ടായിരുന്നു. എല്ലാവരുടെയും മുന്നിൽ വന്ന് സ്വിമ്മിംഗ് പൂളിൽ ചാടിയാ ചാവേണ്ടത്? ദേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ആര് ആത്മഹത്യ ചെയ്യാൻ പോയെന്ന്? നിങ്ങളുടെ കാമുകയില്ലേ ശിവന്യ, അവളതിനെ സ്വിമ്മിംഗ് പൂളിലേക്ക് തള്ളിയിട്ടത്. അവൾക്ക് നിങ്ങളോട് ഇപ്പോഴും മുടിഞ്ഞ പ്രേമാണെന്ന്. അവൾക്ക് നിങ്ങളെ വിട്ടുകൊടുത്തില്ലേ എന്നെ കൊല്ലാനാ പുള്ളിക്കാരുടെ പ്ലാൻ. ഇത് കേട്ടതും ദേവിൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് അവൻ അറിയായിരുന്നു. അവളെ ചുമ്മാ ദേഷ്യം കയറ്റാൻ വേണ്ടി ഓരോന്നും പറഞ്ഞതാ. പക്ഷെ ശിവന്യാണ് ഇത് ചെയ്തതെന്ന് കേട്ടപ്പോൾ ദേവിന് അവളോടുള്ള പക ആളിക്കത്തി. പിന്നെ അവൾ ഒരു കാര്യം കൂടി പറഞ്ഞു. അവളുടെ കവിളിൽ നിങ്ങളുടെ ചുണ്ടുകൾ എത്രയോ തവണ പതിഞ്ഞിട്ടുണ്ടെന്നും നിങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒന്നായവരാണെന്നും വീണ്ടും നിങ്ങൾ അവളെ സ്വീകരിക്കുമെന്നും എന്നെ ചവിട്ടി പുറത്താക്കുമെന്നും. എന്നെ ചവിട്ടി പുറത്താക്കാൻ അവൾ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവളെ സ്നേഹിക്കാം, സ്നേഹിക്കാതിരിക്കാം. നിങ്ങളായി നിങ്ങളുടെ പാടായി. നിങ്ങൾക്ക് വീണ്ടും ഒന്നിക്കാം. ഞാൻ ഒരിക്കലും തടസ്സാവില്ല. അല്ലെങ്കിലും മറ്റൊരു പെണ്ണിനെ എല്ലാ അർത്ഥത്തിലും സ്വന്തമായ ആളെ മോഹിക്കാൻ എനിക്കെന്താ വട്ടുണ്ടോ? എനിക്ക് വേണ്ട നിങ്ങളെ. അതുകൊണ്ടേ അവളോട് പറയണം എന്നെ വെറുതെ വിട്ടേക്കാൻ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയി ജീവിച്ചോളാം. ഞാൻ ഇടം കണ്ടിട്ട് ദേവിനെ നോക്കി പറഞ്ഞു. ഒന്ന് നിർത്തുന്നുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ചേ എൻ്റെ മേലെ കുതിര കയറാൻ വരരുത്. നിന്നെ ഇനി അവളെന്നല്ല ആരും ഒന്നും ചെയ്യില്ല. ഇതെൻ്റെ വാക്കാണ്. അപ്പോൾ ഇന്നലെ നീ ഉദ്ദേശിച്ച സെക്കൻഡ് ഹാൻഡ് ഇതായിരുന്നില്ലേ? അവളെ സ്നേഹിച്ചു എന്നത് ശരിയാ. അമ്മയുടെ സ്നേഹം കിട്ടാതെ വളർന്നപ്പോൾ പിറകെ സ്നേഹം നടിച്ചു വന്ന് അവളെ വിശ്വസിച്ചു പോയി. എല്ലാ അർത്ഥത്തിലും ഒന്നായെന്നവൾ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? ഞാൻ അവളുടെ വിരൽ തുമ്പിൽ പോലും സ്പർശിച്ചിട്ടില്ല. അതറിയോ നിനക്ക്? പിന്നെ ഒന്നാവുക ശവം. അവൾക്ക് ശവന്യ എന്ന പറ്റിയ പേര്. ഇത് കേട്ടതും ആനിന് ചിരി വന്നു പോയി. പക്ഷെ ചിരിച്ചില്ല. ഓഹോ, അങ്ങനെയാണോ? നിങ്ങൾ അത്രയ്ക്ക് പുണ്യാളനാവാൻ വഴിയില്ലല്ലോ. ഒരിട്ടിഷ്ടം പോലും ഇല്ലാത്ത എൻ്റെ ശരീരത്തിൽ പലയിടത്തും നിങ്ങളുടെ ചുണ്ടുകൾ പതിഞ്ഞത് ഓർക്കുന്നുണ്ടോ? അഭിനയ് എന്ന പേരും പറഞ്ഞ് ഇയാൾ ശരിക്കും മുതലെടുക്കുന്നുണ്ട്. എന്നിട്ട് 2 വർഷം പ്രണയിച്ച കാമുകയെ തൊട്ടില്ല പോലും. വിശ്വസിച്ചു. അത് കേട്ടതും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. അവളുടെ അരികിൽ വന്ന് കഴുത്തിലെ താലിയെ പിടിമുറുക്കി. ഇതെന്താണെന്നറിയോ? ഞാൻ കെട്ടിയ താലി. എനിക്ക് നിന്നെ തൊടാനേ ഇത് മാത്രം മതി. അവൾക്ക് ഞാൻ ഇങ്ങനെ ഒരു താലി ചാർത്തി കൊടുത്തിരുന്നേൽ ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും സത്യമുണ്ടായേനെ. വേണേ വിശ്വസിക്കാം, ഇല്ല തള്ളിക്കളയാം. പിന്നെ മുത്തശ്ശി നാളെ പോവും. മറ്റന്നാൾ ഇവിടെ നിന്ന് പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചാൽ നിനക്ക് കൊള്ളാം. നിൻ്റെ TCയും കാര്യങ്ങളൊക്കെയും ശരിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ചൊരു സംസാരം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അവൻ ഡോറും തുറന്ന് പുറത്തിറങ്ങി. അങ്കിൾ, ഞാൻ ചോദിച്ചതിന് ഇതുവരെയായിട്ടും ഒരു മറുപടി പറഞ്ഞില്ല. നിങ്ങളുടെ മൗനം അതിലെൻ്റെ എല്ലാം. ദേവാനിൻ്റെ പപ്പ ഫിലിപ്പ് വർഗീസിനോടായി ചോദിച്ചു. ദീർഘമായി ഒന്ന് നിശ്വസിച്ച ശേഷം അയാൾ പറഞ്ഞു തുടങ്ങി. അതെ, ശരിയാണ്. ദേവൻ പറഞ്ഞതുപോലെ ആനും ഞാനും തമ്മിൽ രക്തബന്ധമൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ഏറെ ഞങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. ജന്മം കൊടുത്താൽ മാത്രം പിതാവാവണമെന്നില്ല. ഇവിടെ ഞാൻ അവൾക്ക് ജന്മം കൊടുത്ത പിതാവല്ല. കർമ്മം കൊണ്ട് ഞാൻ അവളുടെ പപ്പയാണ്. അവളെൻ്റെ സ്വന്തം മകളും. അല്ലെന്ന് ആര് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. എന്നും അവളെൻ്റെ മാത്രം മകളായിരിക്കും. ഞാൻ അവളുടെ പപ്പയും. എൻ്റെ ഭാര്യ പ്രസവിച്ച ആൻ മരിയ ഫിലിപ്പ് എന്ന ആനും
ഇന്ന് നിന്റെ ഭാര്യയായ ആനും ഒരാളല്ല 2 പേരാണ്. എൻ്റെ മകൾ ആൻ 2 വർഷങ്ങൾക്ക് മുന്നേ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു. ചിലർ ചേർന്ന് എൻ്റെ മകളെ കൊന്നു എന്ന് വേണം പറയാൻ. പേരോ നാടോ ഒന്നും അറിയാത്ത ആരെയോ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതാ എൻ്റെ മോൾ. പകരമായി അവൾക്ക് കിട്ടിയത് മരണവും. 2 ദിവസം വെന്റിലേറ്ററിൽ ജീവച്ഛമായി കിടന്നു. പിന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു ഇനിയും കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന്. അതോടെ എൻ്റെ മോള് മരണത്തിന് കീഴടങ്ങി. മസ്തിഷ്ക മരണം സംഭവിച്ച അവളുടെ ഹൃദയം അപ്പോഴും മിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഹൃദയം മിടിക്കുന്നുണ്ട് നിന്റെ ഭാര്യയുടെ നെഞ്ചിനുള്ളിൽ. എൻ്റെ ആൺമോളുടെ ഹൃദയ നമ്മുടെ ആനിൻ്റെ ശരീരത്തിൽ മിടിക്കുന്നത്. അവളിന്ന് ജീവിക്കുന്നത് എൻ്റെ മരിച്ചുപോയ മകളിലൂടെയാ. അങ്ങനെയുള്ള അവളെൻ്റെ മകളല്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, ഒരിക്കലും പറ്റില്ല. അവൾക്കൊരു അവകാശം മാത്രമേ ഉള്ളൂ, ഈ ഞാൻ. ദേവിന് അവൾ ആരാണെന്ന് എനിക്കറിയില്ല. ഭർത്താവായി അവൾ ദേവിനെ കാണുന്നുവെങ്കിലും ഭാര്യയായ ദേവ് അവളെ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതാണ് അവളുടെ അവകാശം ഞാൻ മാത്രമാണെന്ന് ഞാൻ പറഞ്ഞത്. എൻ്റെ മകളെ അഡ്മിറ്റ് ചെയ്ത അതേ ഹോസ്പിറ്റലിൽ ബുള്ളറ്റ് നെഞ്ചിൽ തറച്ച് ഹൃദയം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഏകദേശം എൻ്റെ മോളുടെ അതേ പ്രായം വരുന്ന കുട്ടി. 2 ദിവസം മുന്നേ വെടിയേറ്റ് റോഡരികിൽ കിടക്കുന്നത് കണ്ട നാട്ടുകാരാണ് ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്ന് അന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ആരാണെന്നോ എന്താണെന്നോ ആർക്കും ഒരറിവില്ലാത്തൊരു പെൺകുട്ടി. ഹൃദയം തുളച്ച് വെടിയുണ്ട കയറി അവളുടെ ഹൃദയം പൂർണ്ണമായും തകർന്നിരുന്നു. തലയിലും മറ്റും എന്തോ കൊണ്ട് ശക്തമായി ഇടിച്ചതിൻ്റെ മുറിവുണ്ടായിരുന്നു. അത് കാരണം ഓർമ്മ നഷ്ടപ്പെട്ടതാവും എന്നാണ് ഡോക്ടേഴ്സ് പറഞ്ഞത്. ജീവന് വേണ്ടി പിടയുന്ന ആ കുട്ടിക്ക് എൻ്റെ മകളുടെ ഹൃദയം വെച്ചോട്ടെ എന്ന് ഡോക്ടേഴ്സ് മറ്റും ചോദിച്ചപ്പോൾ സമ്മതം മൂളാനേ എനിക്കായുള്ളൂ. കരുണയും നല്ല മനസ്സുള്ള ഒരുപാട് നല്ല ആൾക്കാരുള്ള ആശുപത്രിയായിരുന്നു അത്. ആ കാരണം അവർ ആ കുട്ടിയോടും കാണിച്ചു. പേരും നാടും ഒന്നും അറിയാത്ത ആ പെൺകുട്ടിക്ക് എല്ലാവരും ചേർന്ന് എൻ്റെ മകളുടെ ഹൃദയം മാറ്റിവെച്ചു. ശസ്ത്രക്രിയ ഭംഗിയായി നടന്നു. മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ കുട്ടിയെ തേടി ആരും വന്നില്ല. ഞാൻ എന്നും ആ കുട്ടിയെ കാണാൻ ചെല്ലുമായിരുന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് ബോധം വന്ന ആ കുട്ടിക്ക് അവളുടെ പേര് പോലും ഓർമ്മയില്ലായിരുന്നു. ആരാരില്ലാതെ അവളെ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് ഹോസ്പിറ്റൽ അധികൃതരോട് ചോദിച്ചപ്പോൾ ആരും എതിര് പറഞ്ഞില്ല. അങ്ങനെ എൻ്റെ ആൺമോളുടെ ഹൃദയമായി ജീവിക്കുന്ന കുട്ടി എൻ്റെ മരിച്ചുപോയ ആനായി മാറുകയായിരുന്നു. എല്ലാവരുടെയും സമ്മതത്തോടെ ഞാൻ അവളെ എൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഒന്നും ഓർമ്മയില്ലാത്ത അവൾക്ക് ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. അവളാണ് ആൻ മരിയ ഫിലിപ്പ്. ഒരു ആക്സിഡൻറ്റിൽ ഓർമ്മ നഷ്ടപ്പെട്ടതാണെന്നും അതാണ് ഒന്നും ഓർക്കാൻ പറ്റാത്തതെന്നും. കുഞ്ഞുനാൾ മുതലുള്ള എൻ്റെ മകൾ ആനിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തു. അവളുടെ മുന്നിൽ എൻ്റെ മരിച്ചുപോയ മകളുടെ ഒരു ഓർമ്മകളും ഞാൻ അവശേഷിപ്പിച്ചില്ല. അവൾക്ക് ഒരു സംശയവും തോന്നരുത് എന്നെനിക്ക് നിർബന്ധമായിരുന്നു. അവളിലൂടെ എൻ്റെ ആനിനെ ഞാൻ പുനർജനിപ്പിച്ചു. എൻ്റെ സ്നേഹവും കരുതലും കിട്ടിയതോടെ അവളും അത് വിശ്വസിച്ചു എൻ്റെ മാത്രം മകളായി മാറി. മറ്റൊന്നും ഓർമ്മയില്ലെങ്കിലും അവൾക്ക് എഴുതാനും വായിക്കാനും ഒക്കെ നല്ല പോലെ അറിയുന്നുണ്ടായിരുന്നു. അതെന്താണെന്നത് എനിക്കിന്നും അറിയാത്തൊരു കാര്യമാണ്. പഠനകാര്യം ഒഴികെ ബാക്കിയൊന്നും അവളുടെ ഓർമ്മയിലില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവളെ ബാംഗ്ലൂരിൽ ബിടെക്കിന് ചേർത്തു. അതിനിടയിലാണ് ക്രിസ്റ്റി എന്ന ഒരുത്തൻ ഞങ്ങളെ വിടാതെ പിന്തുടരുന്നത്. അവൻ ആനിൻ്റെ പിറകെ നടന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി. അവൾ പല രീതിയിലും അവനെ വാൺ ചെയ്ത് വിട്ടിരുന്നെങ്കിലും ഒരു നാൾ അവൻ ഞങ്ങളെ മനഃപൂർവ്വം കൊടുക്കി. ഞാൻ ജോലി ചെയ്തിരുന്ന ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓണറുടെ മകനായിരുന്നു അവൻ. ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി അവൻ എന്നെ മനഃപൂർവ്വം കൊടുക്കി. അവരുടെ സ്ഥാപനത്തിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് ഞാൻ നടത്തിയെന്നായിരുന്നു കുറ്റം. എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. എൻ്റെ മോൾക്ക് ഒറ്റയ്ക്ക് ഒന്നും പറ്റില്ലായിരുന്നു. വേറെ വഴിയില്ലാതെ എൻ്റെ മോൾ ആ ക്രിസ്റ്റിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഈ കേസ് പിൻവലിപ്പിക്കാം എന്നും പറഞ്ഞു അവൻ്റെ വീട്ടിലേക്ക് പോയി. അന്നേരം അവൻ ആവശ്യപ്പെട്ടത് അവൻ്റെ കൂടെ അന്നൊരു രാത്രി കഴിയണമെന്നാണ്. എന്നാൽ എന്നെ വെറുതെ വിടുകയും ചെയ്യും, ഇങ്ങോട്ട് പണവും തരാമെന്ന്. അവൻ്റെ കരുണ പുകച്ചൊന്ന് കൊടുത്തു. എൻ്റെ മോൾ അവിടെ നിന്ന് അന്തസ്സായി ഇറങ്ങി വന്നു. എൻ്റെ ആകെയുള്ള സമ്പാദ്യമായ അവിടുത്തെ ഫ്ലാറ്റ് വിറ്റ് അവൾ എന്നെ ജയിലിൽ നിന്ന് ഇറക്കി. എന്നിട്ട് അവൻ്റെ പക അടങ്ങിയിരുന്നില്ല. അവനെ പേടിച്ചിട്ടാണ് എല്ലാം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വന്നത്. അത്രയും പറഞ്ഞ് അയാളൊന്ന് നിർത്തി. അപ്പോൾ അവളെക്കുറിച്ച് അങ്കിളിന് ഒന്നും അറിയില്ലേ? അവളുടെ പേര്, ആരാണ് അവളെ കൊല്ലാൻ ശ്രമിച്ചത് എന്നൊന്നും? ഇല്ല, ഒന്നും അറിയില്ല. എനിക്കറിയുകയും വേണ്ട. അവൾ എൻ്റെ മോളാ. ഇനി ആര് വന്നാലും ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. ഇപ്പോൾ അവൾ നിൻ്റെ ഭാര്യയാണല്ലോ എന്നോർത്താണ് ഈ സത്യങ്ങളൊക്കെ നിന്നോട് പറഞ്ഞത്. നിനക്ക് അവളെ വേണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. ദയവ് ചെയ്ത് അവളിതൊന്നും അറിയരുത്. ഇല്ലെങ്കിൽ ഞാൻ അവളോടൊന്നും പറയില്ല. ഇന്നലെ രാത്രി ഉറക്കത്തിൽ അവളുടെ വായിൽ നിന്ന് എന്തൊക്കെയോ കേട്ടു. അതാണ് ഞാൻ അങ്കിളിനെ കാണാൻ വന്നത്. അങ്കിൾ, ഇന്നലെ അബോധാവസ്ഥയിൽ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ വേറെ വൈകാതെ അവൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അന്നേരം ഞാനും അങ്കിളും അവളുടെ ഓർമ്മയിലുണ്ടാവോ? ഇന്നലെ ഞാൻ കേട്ടത് വെച്ച് നോക്കുമ്പോൾ അവളുടെ ആരോ ആണ് അവളെ കൊല്ലാൻ നോക്കിയത്. അത്രയ്ക്കും പ്രിയപ്പെട്ട ആരോ ഒരാൾ. നമുക്ക് അവളോടൊന്നും ചോദിച്ചറിയാനും പറ്റില്ലല്ലോ. നമുക്ക് വേണ്ടത് ആനിനെയാണ്, അല്ലാതെ വൃന്ദയല്ല. അങ്കിൾ ധൈര്യമായിരിക്കൂ. ആനെന്നും അങ്കിളിൻ്റെ മോളായി മാത്രമേ അറിയപ്പെടുള്ളൂ. ഞാനുണ്ട് കൂടെ. എൻ്റെ മകളായി മാത്രം മതിയോ? അവൾ ഇന്ന് നിൻ്റെ ഭാര്യയാണ്. നിൻ്റെ കൂടെ ആവുമ്പോൾ വല്ലാത്തൊരു സുരക്ഷിതത്വം തോന്നുന്നുണ്ടെന്ന് അവൾ എന്നും പറയും.
അയാൾ പറഞ്ഞത് കേട്ടതും അയാൾക്ക് മറുപടിയൊന്നും കൊടുക്കാതെ ദേവൻ ഒരു പുഞ്ചിരി മാത്രം നൽകി അവിടുന്ന് പോയി.